ഹായ് കൂട്ടുകാരെ, മലയാളികളും തമിഴ് പ്രേക്ഷകരും ഒരുപോലെ നെഞ്ചിലേറ്റിയ ഗട്ടാ ഗുസ്തി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ രണ്ടാം ഭാഗമായ ഗട്ടാ ഗുസ്തി 2-ന്റെ ഏറ്റവും വിശദമായ കഥവിവരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യ ഭാഗത്തിന്റെ അവസാനം നമ്മൾ കണ്ടതാണ് ഭാര്യയുടെ അമാനുഷികമായ ഗുസ്തി ശക്തി കണ്ട് ഞെട്ടിയ വീര ഒടുവിൽ തന്റെ അഹങ്കാരങ്ങളെല്ലാം മാറ്റിവെച്ച് കീർത്തിയെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. കീർത്തിയുടെ ആഗ്രഹങ്ങൾക്കും അവൾക്ക് ഇഷ്ടപ്പെട്ട റെസ്ലിംഗ് കരിയറിനും താൻ എപ്പോഴും ഒരു തണലായി കൂടെയുണ്ടാകും എന്ന് വീര അന്ന് നൽകിയ ആ വലിയ വാഗ്ദാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ വാഗ്ദാനം വീര എങ്ങനെ പാലിക്കുന്നു എന്ന കഥയാണ് ഈ രണ്ടാം ഭാഗം നമ്മളോട് പറയുന്നത്. ആദ്യ ഭാഗത്തിലെ സംഭവങ്ങൾക്ക് ശേഷം വർഷങ്ങൾ കുറച്ചേ കടന്നുപോയി. വീരയുടെയും കീർത്തിയുടെയും കുടുംബത്തിലേക്ക് മതി മലർ എന്ന മനോഹരമായ ഒരു പെൺകുട്ടി കടന്നുവന്നു. മകൾ ജനിച്ചതോടെ കീർത്തിക്ക് തനിയെ വീട്ടുകാര്യങ്ങളും സ്പോർട്സും ഒരേപോലെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായി. ഇത് മനസ്സിലാക്കിയ വീര യാതൊരു മടിയും കൂടാതെ വീട്ടിലെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും സ്വയം ചുമലിലേറ്റാൻ തയ്യാറാകുന്നു. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും കളിയാക്കലുകളെ പൂർണ്ണമായും അവഗണിച്ച് വീര ഒരു പൂർണ്ണസമയ ഹൗസ് ഹസ്ബൻഡ് ആയി മാറുന്നു. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുന്നത് മുതൽ പാത്രം കഴുകലും തുണി അലക്കലും മകളെ കുളിപ്പിച്ച് സ്കൂളിൽ വിടുന്നതും വരെ വീര സന്തോഷത്തോടെ തനിയെ ചെയ്യുന്നു. ഈ സമയം കൊണ്ട് കീർത്തി തന്റെ സ്വപ്നമായ ഗുസ്തി ഗോദായിൽ വീണ്ടും കഠിന പരിശ്രമം ആരംഭിക്കുകയും തുടർച്ചയായ ജയങ്ങളിലൂടെ തമിഴ്നാട്ടിലെ തന്നെ 1-ാം നമ്പർ വനിതാ റെസ്ലറായി ഉയരുകയും ചെയ്യുന്നു. ആദ്യത്തെ 5 വർഷങ്ങൾ ഇവരുടെ കുടുംബജീവിതം വളരെ സന്തോഷത്തോടും പരസ്പര സ്നേഹത്തോടും കൂടിയാണ് മുന്നോട്ടു പോയത്. എന്നാൽ മകൾ മതി മലർ 8 വയസ്സ് തികയുന്നതോടെ ഇവരുടെ കുടുംബത്തിന്റെ ശാന്തത നഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. കീർത്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ മകളെയും തന്നെപ്പോലെ ഒരു ലോകോത്തര റെസ്ലർ ആക്കി മാറ്റണം എന്നതായിരുന്നു. എന്നാൽ മതി മലറിന് കായികരംഗത്തോ ഗുസ്തിയോടോ ഒട്ടും താൽപ്പര്യമുണ്ടായിരുന്നില്ല. അവൾക്ക് വരയ്ക്കാനും പാട്ടുപാടാനുമായിരുന്നു കൂടുതൽ ഇഷ്ടം. പഠനത്തിലും അവൾ വളരെ പിന്നിലായിരുന്നു. കീർത്തി തന്റെ മകളെ ദിവസവും രാവിലെ 4 മണിക്ക് വിളിച്ചെഴുന്നേൽപ്പിച്ച് കഠിനമായ വ്യായാമങ്ങൾ ചെയ്യിക്കുകയും സ്പോർട്സ് അക്കാദമിയിൽ കൊണ്ടുപോയി കഠിനമായി പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു അമ്മയെന്ന നിലയിൽ കീർത്തി വളരെ കർശനമായി പെരുമാറാൻ തുടങ്ങിയതോടെ കുട്ടി വലിയ മാനസിക സമ്മർദ്ദത്തിലാകുന്നു. ഇവിടെയാണ് വീരയും കീർത്തിയും തമ്മിൽ ആദ്യമായി വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നത്. മകൾക്ക് താൽപ്പര്യമുള്ള കാര്യത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നും അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കണം എന്നുമാണ് വീര വാദിക്കുന്നത്. അമ്മ അറിയാതെ വീര മകൾക്ക് ഐസ്ക്രീമും മിഠായികളും വാങ്ങി നൽകുകയും അവളെ പരിശീലനത്തിൽ നിന്ന് ഒഴിവാക്കാൻ പല നുണകൾ പറയുകയും ചെയ്യുന്നു. ഇത് കീർത്തി കണ്ടുപിടിക്കുന്നതോടെ വീട്ടിൽ വലിയ വഴക്കുകൾ ഉണ്ടാകുന്നു. ഈ സന്ദർഭം മുതലെടുത്ത് വീരയുടെ അമ്മാവനും കൂട്ടുകാരും വീണ്ടും രംഗത്തിറങ്ങുന്നു. ഭാര്യ സമ്പാദിക്കുന്നതുകൊണ്ട് നീ അവളുടെ അടിമയായി മാറി, മകളെ പോലും നിനക്ക് വളർത്താൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് അമ്മാവന്മാർ വീരയുടെ മനസ്സിൽ വിഷം കലർത്തുന്നു. ഇതോടെ താൻ വീട്ടുജോലികൾ മാത്രം ചെയ്ത് ഒരു വിലയമില്ലാത്തവനായി മാറിയോ എന്ന തോന്നൽ വീരയുടെ മനസ്സിൽ ശക്തമാകുകയും ഇരുവരും തമ്മിലുള്ള ഈഗോ പോരാട്ടം കത്തുകയും ചെയ്യുന്നു. വീട്ടിലെ ഈ നിരന്തരമായ തർക്കങ്ങളും ഈഗോ പോരാട്ടങ്ങളും കീർത്തിയുടെ പ്രൊഫഷണൽ ലൈഫിനെ ക്രമേണ ബാധിക്കാൻ തുടങ്ങി. വരാനിരിക്കുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ട് ചെയ്യപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യതാ മത്സരം നടക്കുന്ന ദിവസം കീർത്തിയുടെ മനസ്സ് ഒട്ടും ശാന്തമായിരുന്നില്ല. വീരയുമായി വഴക്കിട്ടാണ് അവൾ സ്റ്റേഡിയത്തിലെത്തിയത്. മത്സരത്തിനിടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ പോയ കീർത്തിക്ക് എതിരാളിയുടെ അപ്രതീക്ഷിത നീക്കങ്ങൾക്ക് മുന്നിൽ തടയിടാൻ സാധിച്ചില്ല. കരിയറിൽ ആദ്യമായി കീർത്തി പരിക്കുകളോടെ റിംഗിൽ വീഴുകയും നാണം കെട്ട് പരാജയപ്പെടുകയും ചെയ്യുന്നു. ഈ തോൽവി കീർത്തിയെ മാനസികമായി തകർത്തു കളഞ്ഞു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണമാണ് തന്റെ കരിയർ തകർന്നതെന്നും താൻ കാരണം മകളുടെ പഠനവും പാഴാകുന്നു എന്നും ചിന്തിച്ച് കീർത്തി ഗുസ്തി ജീവിതം എന്നേക്കുമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. പരാജയത്തിന്റെ വിഷമത്തിൽ നിൽക്കുന്ന കീർത്തിയെ ആശ്വസിപ്പിക്കുന്നതിന് പകരം വീര വീണ്ടും കുറ്റപ്പെടുത്താൻ തുടങ്ങിയതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി തകർന്നു. കീർത്തി മകളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നു. പ്രശ്നം തീർക്കാൻ ബന്ധുക്കൾ ശ്രമിച്ചെങ്കിലും പരസ്പരം ബഹുമാനമില്ലാത്ത ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കീർത്തി വിവാഹമോചനത്തിന് ഹർജി നൽകുന്നു. കേസ് കോടതിയിൽ ജഡ്ജിയുടെ മുന്നിലെത്തുന്നു. കോടതിയിൽ വെച്ചും വീരയും കീർത്തിയും പരസ്പരം കുറ്റപ്പെടുത്തലുകൾ തുടരുന്നു. താൻ വീട്ടുജോലികൾ മുഴുവൻ ചെയ്ത് ത്യാഗം സഹിച്ചു എന്ന് വീര പറയുമ്പോൾ, പക്ഷേ നീ എന്നെ ഒരു വ്യക്തിയായി ബഹുമാനിച്ചില്ല എന്ന് കീർത്തി തിരിച്ചടിക്കുന്നു. ഒടുവിൽ ജഡ്ജി ഇവരുടെ മകൾ മതി മലറിനെ വിറ്റ്നസ് ബോക്സിലേക്ക് വിളിക്കുന്നു. കരഞ്ഞുകൊണ്ട് മതി മലർ കോടതിയിൽ പറയുന്ന വാക്കുകൾ അവിടെയുള്ള എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. എനിക്ക് ഗുസ്തി കളിക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് അമ്മ എന്നെ നിർബന്ധിക്കരുത്. പക്ഷേ എനിക്ക് അച്ഛനെയും അമ്മയെയും പിരിഞ്ഞു ജീവിക്കാൻ കഴിയില്ല. എന്റെ അമ്മ തോറ്റുപോകുന്നത് എനിക്ക് കാണാൻ വയ്യ. അമ്മ വീണ്ടും ചാമ്പ്യനായി റിംഗിലേക്ക് തിരിച്ചുവരണം. അച്ഛൻ അമ്മയെ സഹായിക്കണം. മകളുടെ ഈ വാക്കുകൾ കേട്ട് വീരയുടെ ഉള്ളിലെ സകല അഹങ്കാരവും ഈഗോയും തകർന്നുപോയി. വീട്ടുജോലികൾ ചെയ്തതുകൊണ്ട് മാത്രം താൻ ഒരു നല്ല ഭർത്താവായില്ലെന്നും പങ്കാളിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരുടെ സ്വപ്നങ്ങൾക്ക് ആത്മാർത്ഥമായി ഒപ്പം നിൽക്കുകയാണ് വേണ്ടതെന്നും വീര തിരിച്ചറിയുന്നു. തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ വീര കീർത്തിയുടെ മുന്നിൽ ചെന്ന് മാപ്പ് പറയുകയും അവളെ വീണ്ടും കളിക്കളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് മകൾക്ക് വാക്ക് നൽകുകയും ചെയ്യുന്നു.
കീർത്തിയുടെ പിന്നീടുള്ള ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ വീര ഒരു പ്രത്യേക പരിശീലകനെ യോഗി ബാബു കണ്ടെത്തുന്നു. യോഗി ബാബുവിന്റെ വ്യത്യസ്തവും തമാശ നിറഞ്ഞതുമായ പരിശീലന രീതികളിലൂടെ കഥയിലേക്ക് ധാരാളം കോമഡി രംഗങ്ങൾ കടന്നുവരുന്നു. വീര തന്നെ നേരിട്ട് കീർത്തിക്ക് ആവശ്യമായ ഡയറ്റ് ഫുഡുകൾ ഉണ്ടാക്കി നൽകുകയും അവളുടെ പ്രാക്ടീസിന് പൂർണ്ണ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. ഭർത്താവിന്റെയും മകളുടെയും സ്നേഹവും പിന്തുണയും കണ്ടതോടെ കീർത്തി തന്റെ പഴയ ഫോമും ആത്മവിശ്വാസവും വീണ്ടെടുക്കുന്നു. തുടർന്ന് നടക്കുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാൻ കീർത്തി എത്തുന്നു. ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കരുത്തയായ റെസ്ലറാണ് കീർത്തിയുടെ എതിരാളി. ആദ്യ 2 റൗണ്ടുകളിൽ എതിരാളിയുടെ കടുത്ത പ്രഹരമേറ്റ് കീർത്തി വീഴുന്നു. മുഖത്തും ശരീരത്തിലും പരിക്കുകളോടെ കീർത്തി തളർന്നപ്പോൾ ഗാലറിയിലിരുന്ന് വീരയും മകളും ആർത്തുവിളിച്ചുകൊണ്ട് കീർത്തിക്ക് ധൈര്യം നൽകുന്നു. കുടുംബത്തിന്റെ ആവേശം ഉൾക്കൊണ്ട് അമാനുഷിക ശക്തിയോടെ കീർത്തി എഴുന്നേൽക്കുന്നു. തന്റെ ട്രേഡ്മാർക്കായ നാടൻ ഗട്ടകുസ്തി അടവുകൾ പുറത്തെടുത്ത് എതിരാളിയെ വായുവിൽ ഉയർത്തി നിലത്തടിച്ച് കീർത്തി ഗംഭീര വിജയം നേടുന്നു. സ്റ്റേഡിയം മുഴുവൻ കീർത്തിക്കായി കൈയടിക്കുന്നു. വിജയത്തിന് ശേഷം കീർത്തി തന്റെ മെഡൽ ഭർത്താവിനും മകൾക്കും സമർപ്പിക്കുന്നു. കുടുംബത്തിലെ സന്തോഷവും പരസ്പര ബഹുമാനവുമാണ് ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ വിജയം എന്ന് കാട്ടിത്തന്നുകൊണ്ട് വീരയും കീർത്തിയും മകളും സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന ഫ്രെയിമിൽ ഗട്ടാ ഗുസ്തി ശുഭമായി അവസാനിക്കുന്നു. കുടുംബബന്ധങ്ങളിലെ ഈഗോയും സ്ത്രീസമത്വവും പെൺകുട്ടികളുടെ സ്വപ്നങ്ങളും തമാശയും ആക്ഷനും കലർത്തി മനോഹരമായി അവതരിപ്പിച്ച ഒരു സിനിമയാണ് ഗട്ടാ ഗുസ്തി 2. ഈ കഥ വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ സിനിമ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.